ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുല്ലൂട്ടി വൃത്തിയാക്കലാണ് കേട്ടോ. കാരണം നമ്മൾ പുല്ലും വൈക്കോലും ഇട്ടിട്ട് കണ്ട ഫുള്ളും നോക്കുക നിങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കലാണ്, അടിയിൽ വൈക്കോലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയില്ല, അത് വൃത്തിയാക്കാണ്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകുമ്പോൾ വെക്കുമ്പോഴൊക്കെ വെള്ളം ഒഴിക്കുക. നമ്മുടെ വൈക്കോല് വന്നിട്ട് കട്ടപൊടി അടിക്കാൻ നോക്കി വെള്ളം കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കപ്പോതാ നോക്കുക. വെള്ളം കയറിയിട്ടുണ്ടോ നനഞ്ഞിട്ട്. ആദ്യം നമുക്ക് മേലുള്ളതൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് അടിയിലുള്ളത് വരെ വേണ്ട. നമ്മുടെ പുല്ലുകൂട്ടി കിടക്കുന്ന വേണ്ട, ഇതിലുള്ള ഈ വൈക്കോലും ഇതൊക്കെ കളയണ്ട. അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയതാ അപ്പു ചെയ്യാൻ വേണ്ട, അപ്പു ചെയ്യാൻ കേട്ടോ. നോക്കുക അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ അപ്പു ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇത്രയും ഈ പുല്ലൂട്ടി കിടന്നാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇത്രയും ബൾക്കായിട്ട് നമുക്ക് പുല്ലും വൈക്കോലൊക്കെ വേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കണമെന്ന് നല്ലത് വൃത്തിയാക്കാൻ. ഞങ്ങൾ വേണ്ട നമ്മൾ ഒരു ചാക്ക് പുല്ല് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇനി ചൂലുകൊണ്ട് നല്ല വൃത്തിക്കിനെ അടിച്ചിട്ട് വേണം ഇതാക്കാൻ. ചൂലുകൊണ്ട് അടിക്കട്ടെ. ഇങ്ങനെ ഇത്തിരി കുത്തൽ കൂടുതൽ വേണം കേട്ടോ. ഇനിയിപ്പോൾ കുത്താൻ മാറാം, നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ വേണ്ട നല്ല ക്ലീനാവും. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മേ ബി പാമ്പോ എന്തെങ്കിലുമൊക്കെ വന്ന് തണുപ്പല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നാലോ. പിന്നെ നമ്മുടെ ഈ സൈഡ് ഒരു കാട് പോലെയല്ലേ, അതുകൊണ്ട് തൊഴുത്ത് എപ്പോഴും നമ്മൾ വൃത്തിയായി ഇടണം. നമ്മൾ എത്ര വൃത്തിയായി ഇടണം അത്രയും നമ്മളുടെ കന്നുകാലികൾക്ക് നല്ലതാണ് കേട്ടോ. ഇതണ്ട അതുപോലെ നമുക്ക് അടിച്ച് ഫുള്ളും വൃത്തിയാക്കാട്ടതാ. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയാക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് വാരി ഞങ്ങളെല്ലാം ഒപ്പം തന്നെയാണ് എല്ലാം ചെയ്യാറ്. എന്താ നമ്മുടെ പോത്തന്മാരി കിടക്കുന്നുണ്ട്, ഞാൻ വളമൊക്കെ ഒന്ന് വാരിയിടണം. ഇത് രണ്ടെണ്ണം കിടക്കുകയാണ്. നമ്മൾ വാരിയിട്ടിട്ടുള്ള നമ്മളുടെ വൈക്കോലും പുല്ലിൻ്റെ വേസ്റ്റുകളാണ് വേണ്ട, വൈക്കോലിൻ്റെ വേസ്റ്റുകൾ വേണ്ട. ഇത് നമ്മുടെ പോത്തിൻ്റെ വളത്തിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ വൈക്കോലും പുല്ലും അളിഞ്ഞ് വളമായി മാറും കേട്ടോ. ഈ കൃഷികൾക്കൊക്കെയാണ് കൂടുതലും വളം ചോദിക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു എന്താ പറയുക കായ്ഫലം കിട്ടും. ഇതും കൂടെ ആ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ജൈവവളമായിട്ട് മാറും കേട്ടോ. ഇതൊന്നും നമ്മൾ വെറുതെ പാഴാക്കി കളയേണ്ട. നമ്മുടെ വൈക്കോലിൻ്റെ നമ്മുടെ വളത്തിൻ്റെ കൂടെ നമ്മൾ പോത്തിൻ്റെ വളം ഇടില്ല, അതിൻ്റെ കൂടെ ഇതിട്ട് കഴിഞ്ഞാൽ ഇതും ചീഞ്ഞ് അളിഞ്ഞ് വളമായി മാറും. അപ്പോൾ കൃഷികൾക്കായാലും ചെടികൾക്കായാലും നല്ലതാണ് കേട്ടോ. എന്താ നമ്മളുടെ പോത്തപ്പന്മാർ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞില്ലേ ഇപ്പോൾ അതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ട ഇതിൻ്റെ ഉള്ളിൽ നോക്കുക എത്ര വൃത്തിയായി. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ മേലേക്ക് കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. നമ്മൾ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും ഒരു കോഴി കൊണ്ട് ആദ്യം ഇളക്കി നോക്കിയിട്ടൊക്കെ വൃത്തിയാക്കുക. കാരണം ഈ സൈഡൊക്കെ ഇങ്ങനെ കാട് പോലെയല്ലേ, അതുകൊണ്ട്. ഇനി നമുക്ക് അവർക്ക് ഫ്രഷ് പുല്ലിട്ട് കൊടുക്കാം. അതപ്പോൾ വർക്ക് കഴിഞ്ഞിറങ്ങി പുല്ലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കമൻസിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു പച്ചപ്പ് കണ്ട അതുകൾ പൂലി അതുകൾക്ക് വിശന്നിട്ടാവും എന്നൊക്കെ. പക്ഷെ നമ്മൾ പുല്ലാണ് ഇപ്പോൾ ഡെയിലി വൈക്കോലിനെയും കാട്ടി കൂടുതൽ ഇപ്പോൾ പുല്ലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഡെയിലി പുല്ലരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഓരോ ചാക്ക് വെച്ച് 2-3 ചാക്കൊക്കെ ഓരോ ദിവസം അവർക്ക് വേണ്ടി അരിഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ട നല്ല ഫ്രഷ് സ്ഥലത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല വൃത്തിയുള്ള പുല്ല്, നല്ല പച്ചപ്പ്. 3 ആൾക്കും അവരൊക്കെ തിന്ന് അയവർക്ക് ഇതാ എണീറ്റും. പച്ചപ്പുല്ല് കണ്ട. പിന്നെ അപ്പു ആണെങ്കിൽ നിറയെ ഇട്ട് കൊടുക്കും. അവർക്ക് അത്രയും നിറയെ. ഇപ്പോൾ ഒരു ചാക്ക് കൊണ്ടുവന്നെ ചാക്ക് ഫുള്ളും ഇട്ട് കൊടുക്കും. ഞാൻ എപ്പോഴും പറയും കുറച്ച് ഇട്ട് കൊടുക്കുക, തിന്നേണ്ടിട്ട് ഇട്ട് കൊടുക്കുക, വേസ്റ്റ് ആക്കണ്ടാവുന്ന. അവർ തിന്ന് വളരെ ഫേവറി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. ഇതാ പോത്തിൻ്റെ നമ്മൾ പുല്ലൂട്ടി വൃത്തിയാക്കി ഇതാ നമ്മൾ പുല്ലിട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.